എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. അപ്പോൾ സാധാരണ പോലെ ഒരു കാർട്ടൂൺ വരച്ച് കാണിച്ചിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ അല്ല ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ ഭീകരതയെപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞു, നമ്മൾ കണ്ടു, കേരളീയർ മുഴുവനും കണ്ടു അതിൻ്റെ CCTV ദൃശ്യങ്ങൾ. ഏതാണ്ട് 2 വർഷത്തോളം ഈ പിന്നെ വിവരാവകാശ നിയമത്തിലൂടെ പോരാടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റും കൂടെ ആ CCTVയുടെ ഫുട്ടേജ് അവർ സ്വന്തമാക്കി ലോകത്ത് മുഴുവൻ കാണിച്ചു. എല്ലാ ചാനലുകളും മാധ്യമങ്ങളും എല്ലാം അത് കാണിക്കുന്നുണ്ടായിരുന്നു. അല്ല, ആര് ഭരിച്ചാലും കേരളത്തിലെ പോലീസ് ഇങ്ങനെ തന്നെയാണ്. ഒരു നിരപരാധിയെ അവരുടെ കൈ കെട്ടിയാൽ അവർ കൈത്തരിപ്പ് തീർക്കും. ഒരുമാതിരി ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ജീവനോടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്ന ആൾ ജീവനോടെ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഞങ്ങൾ മുമ്പ് അച്യുതാനന്ദൻ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പറവൂർ നാട്ടിൽ ആലപ്പുഴ പറവൂര് ഒരു ഹോമിയോ ഡോക്ടറുടെ ഹസ്ബൻഡാണ്, കുഞ്ഞെന്നായിരുന്നു അയാളുടെ പേര്. ഒരു മധ്യവയസ്കനായിരുന്നു. വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന അയാളെ പോലീസ് എന്തോ സ്വത്ത് തർക്കത്തിൻ്റെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായിട്ടുണ്ടായ എന്തോ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന അയാളെ വിളിച്ചുണർത്തിക്കിട്ട് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ മൃതദേഹമാണ് വീട്ടിലെത്തിയത്. അത് ഭയങ്കര സംഭവമായിരുന്നു. പക്ഷേ പോലീസുകാരെ ഒന്നും കാര്യമായിട്ട് അതിനകത്തൊരു ശിക്ഷിക്കുകയോ അങ്ങനെ ഒരു നടപടി എടുക്കുകയൊന്നും അതിനകത്ത് ഉണ്ടായില്ല. പോലീസുകാർ, ഡോക്ടർമാർ ഇവരൊക്കെ ഒരു പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണ്. ഇവർ കാണിക്കുന്ന ക്രൈമുകളും കുറ്റകൃത്യങ്ങളും ഒന്നും മിക്കവാറും പുറത്ത് വരാറില്ല. പിന്നെ അപൂർവങ്ങൾ ചിലത് പുറത്ത് വരികയോ ശിക്ഷിക്കുകയൊക്കെ ചെയ്തെങ്കിലായി. ഇപ്പോൾ ഈ പോലീസ് മർദ്ദനത്തിൻ്റെ ലോക്കപ്പ് മർദ്ദനത്തിൻ്റെയൊക്കെ കേസ് വരുമ്പം എല്ലാവരും ആദ്യം ഓർമ്മിക്കുന്നത് നമ്മുടെ അടിയന്തരാവസ്ഥയിലെ രാജൻ കേസാണ്. രാജൻ കേസിൽ കക്കയം പോലീസ് ക്യാമ്പിൽ രാജനെ കെ കരുണാകരൻ നേരിട്ട് വന്ന് ഉരുട്ടിക്കൊല്ലുന്നത് കണ്ടു എന്ന് വരെ പ്രസംഗിച്ച ഇടതുപക്ഷ നേതാക്കളും ബുദ്ധിജീവികളും ഉണ്ട് ഈ നാട്ടിൽ. അങ്ങനെ ഈ ഉമ്മൻചാണ്ടിയെ പെണ്ണുകേസിൽ കൊടുക്കുകയാണെങ്കിൽ കരുണാകരനെ താഴെ ഇറക്കാനായിട്ടുള്ള അവരുടെ കയ്യിൽ കിട്ടിയ ഒരു നല്ല വടിയായിരുന്നു രാജൻ കേസ്. ആ രാജൻ കേസ് പൊക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം കരുണാകരനെ നാറ്റിക്കേണ്ട പരമാവധി നാറ്റിച്ചു, അദ്ദേഹത്തിനെ ഭരണത്തിൽ നിന്ന് ഇറക്കി. പക്ഷേ ഇപ്പോൾ ഈ ഒരു പിണറായി ഭരണത്തിൽ തന്നെ എത്രയോ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ വാർത്തകളാണ് വന്നിരിക്കുന്നത്. എത്രയോ ലോക്കപ്പ് മരണങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് പിന്നെ ആ പയ്യൻ മരിച്ചില്ല, അവൻ്റെ ആയുസിൻ്റെ വലിപ്പം കാരണം അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഈ പോലീസ് കാർട്ടൂണുകളുടെ ഒരു സമാഹാരം പുറത്തിറക്കിയിട്ടുണ്ട്. പോലീസ് കാർട്ടൂണുകളുടെ ഒരു കളക്ഷൻ. ഇത് റിലീസ് ചെയ്തത് നമ്മുടെ അന്നത്തെ DGP ആയിരുന്ന ലോകനാഥ് ബെഹ്റയാണ്. അപ്പോൾ ഇത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ എല്ലാ പോലീസിൻ്റെ തലപ്പത്തുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. ഇത് റിലീസ് ചെയ്ത സമയത്ത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ചിട്ടായിരുന്നു. അന്ന് അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞാണ്, നമ്മൾക്ക് പോലീസ് സ്റ്റേഷനുകൾ ഒരു സൗഹൃദ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപിക്കാൻ പറ്റുന്ന കുറച്ച് കാർട്ടൂണുകൾ വരച്ചു തരണം, നമുക്കത് ഫ്രെയിം ചെയ്ത് എല്ലാ പോലീസ് സ്റ്റേഷനിലും പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുറ്റവാളികൾക്കുള്ള മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് എത്രയോ ക്രൂര പീഡനങ്ങളാണ് അരങ്ങേറിയത് അതേ തുടർന്ന്. ഞാൻ 10-15 കാർട്ടൂണുകൾ വരച്ച്, അന്ന് അദ്ദേഹം ഒരു സഹൃദയനായിരുന്നു. ഈ ലോകനാഥ് ബെഹ്റ വളരെ സൗഹൃദപരമായിട്ടാണ് നമ്മളോട് ഇടപെട്ടത്. അദ്ദേഹം പറഞ്ഞു, പോലീസുകാരെ കുറ്റപ്പെടുത്തുന്നതായാലും കുഴപ്പമൊന്നുമില്ല, പോലീസുകാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാർട്ടൂണുകൾ നമുക്ക് പോലീസ് സ്റ്റേഷനുകളിൽ വെക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് കാർട്ടൂണുകൾ തന്നാൽ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് എല്ലാ പോലീസ് സ്റ്റേഷനിലും പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ കണക്ക് നമുക്കതിനുള്ള ഒരു സാമ്പത്തികമൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്, വളരെ ചിലവായ തുക മാത്രം നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് പിന്നീട് അതിനകത്തൊക്കെ ഞാൻ തലവയ്ക്കാൻ പോയില്ല. അപ്പോൾ ഇതാണ് ആ പുസ്തകം. ഇതാണ് കാർട്ടൂണിൻ്റെ കളക്ഷൻ പുസ്തകം. ഇതാണ് മുഴുവനും ഈ പോലീസുകാരെ കളിയാക്കിക്കൊണ്ടുള്ള കാർട്ടൂണുകളാണ്.
ഈ ബുക്കിനകത്ത് മുഴുവനും. ഇതെല്ലാം മറ്റേ കണ്ടിട്ടും വളരെ സഹിഷ്ണുതയോടെയാണ് നമ്മുടെ ലോക്നാഥ് ബെഹ്റ ഇതിനകത്ത് ഇടപെട്ടത്. അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ ഇതിൽ സഹകരിച്ചു ഇതുമായിട്ട്. ഇങ്ങനെ അപ്പം ഇത് ഈ ഉണ്ടോ കാലൻ്റെ കസേരയിൽ നിന്ന് എണീറ്റ് നമ്മുടെ പോലീസുകാരന് വഴിയൊരുക്കുവാണ് വന്നിരുന്നാലും എന്ന് പറഞ്ഞിട്ട്. ഇതിന് അഭിമുഖം എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത നോവലിസ്റ്റ് ജോസ് കുമാറാണ്. ആ ജോസ് കുമാറിൻ്റെ പ്രശസ്ത കാർട്ടൂണിസ്റ്റും നോവലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ജോസ് കുമാറാണ് ഈ കാർട്ടൂണിന് ഒരു ആമുഖം എഴുതിയിരിക്കുന്നത്. ശബരിമല പ്രക്ഷോഭകാലത്ത് വരച്ച ഒരു കാർട്ടൂണാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ചെക്കിംഗ് ആയിരുന്നു. ശബരിമലയിലോട്ട് കയറുന്ന എല്ലാവരും ചെക്കിംഗ് ആയിരുന്നു. അപ്പോൾ ശബരിമലയിലെ ഒരു പുലി വന്നിട്ട് മറ്റേ പോലീസുകാരനോട് ചോദിക്കുക ശബരിമലയിൽ പോകാനും ഒരു പാസ് വേണമെന്ന്. എല്ലാവരും പാസ് വഴി നിയന്ത്രിച്ചിരിക്കുമായിരുന്നല്ലോ ആ സമയത്ത്. ഇപ്പോൾ പിന്നെ അവർ പുതിയ അയ്യപ്പ സംഘമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നാലും അന്നിങ്ങനെയായിരുന്നു. ഇതും നമ്മുടെ ശബരിമല മണ്ഡല അന്നത്തെ സമരകാലത്തെ ഒരു കാർട്ടൂണാണ്. ശരണം വിളിക്കാൻ നിരോധനാജ്ഞ തുടരും. അപ്പം പിന്നെ ഭക്തൻ പോലീസിനോട് ചോദിക്കുക 1 മിനിറ്റിൽ എത്ര ശരണം വിളിക്കാം, എത്ര ഉച്ചത്തിൽ വിളിക്കാം. അന്ന് സമരം നയിക്കാനായിട്ട് ആക്ടിവിസ്റ്റ് തൃപ്തി ദേശായി ഒക്കെ വന്നായിരുന്നു. അപ്പോൾ കെട്ടി വന്ന അയ്യപ്പൻ പോലീസിനോട് ചോദിക്കുകയാണ് തൃപ്തി ദേശായിയെ കാണണമെന്നൊരു നേർച്ച ഉണ്ടായിരുന്നു. അല്ലാണ്ട് 18-ാം പടി ചവിട്ടാനുള്ള അല്ല നേർച്ച, തൃപ്തി ദേശായിയെ കാണാനായിരുന്നു. ഇത് കണ്ടു. ഇത് പോലീസിൻ്റെ മറ്റൊരു കാർട്ടൂണാണ്. പോലീസ് പ്രതികളുടെ നിന്ന് കൈക്കൂലി മേടിക്കുകയാണ്. അമ്മ വന്ന് ചോദിക്കുക സാറേ പീഡിപ്പിച്ചെന്നൊരു സ്ത്രീ വന്ന് പറയുകയാണ് പീഡിപ്പിച്ചെന്ന്. പക്ഷേ പോലീസ് തന്നെ അതൊന്നും അല്ല ഇൻട്രസ്റ്റ്, ഇവിടുത്തെ ഈ ബാക്ക് ഇടപാടുകളുണ്ട്. ഇതും ആ ശബരിമല സമയത്തെ കാർട്ടൂണാണ്. അയ്യപ്പൻ തന്നെ വന്ന് പോലീസിനോട് ചോദിക്കുക 10 മണി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിക്കാമോ സാറേ. അങ്ങനെ നിരവധി പോലീസ് കാർട്ടൂണുകളുണ്ട്. ഇത് പക്ഷേ ഇപ്പോൾ പറയാൻ വന്നത് അതല്ല. ഈ സംഭവത്തിനെ പറ്റി ഞാൻ പറയാൻ വന്നത് അതല്ല. അന്ന് ഇതിൻ്റെ പ്രകാശന വേളയിൽ നമ്മുടെ ലോക്നാഥ് ബെഹ്റ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ എല്ലാ പോലീസ് സ്റ്റേഷനിലും വെക്കാനായിട്ട് കുറച്ച് കാർട്ടൂണുകൾ വരച്ചു തരണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ കുറച്ച് കാർട്ടൂണുകൾ വരച്ച് ഏതാനും 10-15 എണ്ണമൊക്കെ പല തിരുവനന്തപുരത്തിലെ പല പോലീസ് സ്റ്റേഷനിലും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് പോലീസിന് വരച്ചു കൊടുത്ത കാർട്ടൂണുകളിൽ അത് പോലീസ് സ്റ്റേഷനിൽ വെക്കാനായിട്ട് വരച്ചു കൊടുത്ത കാർട്ടൂണുകൾ കുറച്ചെണ്ണം നമുക്ക് കാണാം. അത് ഈ പുസ്തകത്തിലുള്ളതല്ല. പുസ്തകം റിലീസ് ചെയ്ത വേളയിൽ ബെഹ്റ പറഞ്ഞതനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ വരയ്ക്കാനായിട്ട് ഞാൻ വരച്ചു കൊടുത്ത ഏതാനും കാർട്ടൂണുകളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഈ കാർട്ടൂണിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.